الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളു. നമ്മൾ ഏതാനും ആഴ്ചകളായി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വരുന്നത്. മരണത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. മരണത്തെക്കുറിച്ച് ചിന്ത, മരണത്തെക്കുറിച്ച് സ്മരണ, അതിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം മരണം തന്നെയാണ്. മരിക്കുന്നതോടുകൂടി അയാൾ ഈ ലോകത്തു നിന്ന് പോവുകയാണ്. ഈ ലോകത്തെ അയാൾ സമ്പാദിച്ചതൊക്കെ അയാൾക്ക് മരണത്തോടു കൂടി നഷ്ടപ്പെടുകയാണ്. എല്ലാ ബന്ധങ്ങളും, എല്ലാം സമ്പാദിച്ചതും അന്ന് ഒരൊറ്റ സെക്കൻഡിൽ മരണത്തോടു കൂടി എല്ലാം അയാൾക്ക് നഷ്ടപ്പെട്ട് അയാൾ എത്ര വലിയ ആളാണെങ്കിലും മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടി വരികയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊന്ന്, ഇസ്ലാം വിശ്വാസികളോട് കർശനമായി പറയുന്ന ഒരു കാര്യം, നിങ്ങളേതായാലും മരിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിക്കണം. അഥവാ മരിക്കാൻ നേരത്തെ മുസ്ലിമായിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ നല്ല ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കണം. മരണം ഏത് സമയത്തും പിടികൂടാം. അതുകൊണ്ട് ഏത് സമയത്തും മുഅ്മിനായിരിക്കാനും മുസ്ലിമായിരിക്കാനും ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ ഒരുപാട് കേട്ട ആയത്താണ്. സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത്. ഇത് വളരെ സുപ്രധാനമായ ഇസ്ലാമിന്റെ ഒരു ഉപദേശമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത വസിയത്ത് ഖുർആൻ പറയുന്നുണ്ട്.
ആ വസിയത്തിൽ ഇബ്രാഹീം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ തന്റെ സന്താനങ്ങൾക്ക് കൊടുത്ത വസിയത്ത് ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു തആല നിങ്ങൾക്ക് ദീനിനെ സവിശേഷം നൽകിയിരിക്കുന്നു, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടവരരുത് എന്ന ഉപദേശമാണ്. സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെതായി പറയുന്ന കാര്യങ്ങളാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت وليي في الدنيا والآخرة توفني مسلما والحقني بالصالحين. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി എന്റെ രക്ഷിതാവേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എനിക്ക് താൻ അല്ലാഹു നീ എനിക്ക് രാജാധിപത്യം നൽകി, വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, കാര്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എന്നെ നീ പഠിപ്പിച്ചു, ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, അന്ത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും നീയാണ് എന്റെ രക്ഷിതാവ്. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്നാണ്. സൂറത്ത് ആലി ഇംറാനിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ, വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങൾ ചെറുദോഷങ്ങളൊക്കെ നീ പരിഹരിച്ചു തരണേ, വതവഫനാ മഅൽ അബ്റാർ, പുണ്യാത്മാക്കളോടൊപ്പം നീ ഞങ്ങളെ മരിപ്പിക്കണമേ. ഇപ്പൊ മരണം മുസ്ലിമായിക്കൊണ്ട് തന്നെ നടക്കണം. അവസാനം നല്ല ഈമാനിൽ കിട്ടി മരിക്കണം. ആഖിർ കലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ മരിക്കാൻ നേരത്ത് നല്ല മുസ്ലിമായിരിക്കണം. ഒരാള് ജീവിതകാലം മുഴുവൻ ഇസ്ലാമികമായി ജീവിച്ച് ഒരുപാട് നന്മകളൊക്കെ ചെയ്ത് അവസാനം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അയാൾ കുഫ്റോ ശിർക്കോ ചെയ്താൽ ഇതുവരെ ചെയ്ത എല്ലാ അമലും അയാൾക്ക് നഷ്ടപ്പെടും. അയാൾ കാഫിറായിട്ടായിരിക്കും മരിക്കുക. അതേസമയം വേറൊരാള് ജീവിതകാലം മുഴുവൻ തിന്മകളൊക്കെ ചെയ്തു കൂട്ടി, പക്ഷെ അവസാന നാളിൽ അയാൾ ഈമാനോടുകൂടി ഇസ്ലാമികമായി ജീവിക്കാൻ തയ്യാറായാൽ അയാൾ മരിക്കുന്നത് മുസ്ലിമായിട്ടായി. ഈ അവസാനം വളരെ ശരിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സ്വഹാബി ഉസൈം അംർ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും ഇസ്ലാമിന്റെയും കഠിന ശത്രുവായി. ഉഹുദ് യുദ്ധം വരെ ഭയങ്കര എതിരാണ്, വലിയ ശത്രു, ഇസ്ലാമിന് ഒരുപാട് ദ്രോഹം ചെയ്ത എതിരാളിയാണ്. പക്ഷെ ഉഹുദ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഉഹുദ് യുദ്ധത്തിന് പോയി നിന്നപ്പോൾ അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഇസ്ലാമികമായ ഒരു മറുപണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്ക വന്നിട്ട് മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം പ്രവാചകന്റെ കൂടെ മുസ്ലിമായി ആ സെക്കൻഡിൽ മുസ്ലിമീങ്ങളെ യുദ്ധത്തിന് പോവുക. ഇദ്ദേഹം ഉഹുദ് യുദ്ധത്തിലേക്ക് പോയി. ഉഹുദ് യുദ്ധത്തിൽ ധീരമായി ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത അവസാനം ഷഹീദായി. ഇദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു നിസ്കാരം പോലും നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോണ മനുഷ്യൻ. അദ്ദേഹം ഒന്നും നിസ്കരിച്ചിട്ടില്ല, മുസ്ലിമായിട്ട് നിസ്കരിച്ചിട്ട് പോലുമില്ല. കാരണം മുസ്ലിമായി നേരെ പോയി ഷഹീദായി രക്തസാക്ഷിയാണ്. അതുവരെ ഇസ്ലാമിനെതിരാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച് ഒരു നമസ്കാരം പോലും നിർവഹിക്കാതെ സ്വർഗത്തിൽ പോയ മനുഷ്യൻ. എന്നിട്ട് റസൂല് പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തി, വളരെ
പ്രസിദ്ധമായ ഒരു സന്ദേശമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം. നമ്മൾ പഠിക്കേണ്ട ഒരു ആശയം. എല്ലാ അമലുകളും അവസാനത്തെ അമൽ വെച്ചിട്ടാണ് പരിഗണിക്കുക. ഖവാത്തിം. ഒരാൾ ഒരുപാട് സദഖ കൊടുത്ത് അവസാനം കുഫറിലേക്ക് പോയി കഴിഞ്ഞു. അതേസമയം ഒരാൾ തിന്മയിലാണ്, പക്ഷെ അവസാനം അയാൾ ഉള്ളിൽ ഈമാനുണ്ടോ എന്ന് അള്ളാഹ്ക്ക് കണക്കാക്കാൻ കഴിയും. ആ ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അവസാനത്തെ അമൽ വെച്ചാണ് പരിഗണിക്കുക. ഇന്നമൽ അഅ്മാലു, തീർച്ചയായും കർമ്മങ്ങൾ, അൽ ഖവാത്തിൽ ഖവാത്തീം, പ്രതിഫലം നിർണയിപ്പിക്കപ്പെടുന്നത് അവസാനത്തെ അവസ്ഥ വെച്ചാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഖാലു യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഖുലൂബ ബൈനൽ ഇസ്ബാഇനി മിൻ അസാബിഇല്ലാഹി യുഖല്ലിബുഹാ. വളരെ പഠിക്കേണ്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുക്സിറു അൻ യഖൂൽ, എപ്പോഴും ധാരാളം പറയാറുള്ള ഒരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മനസ്സുകളെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന, മനസ്സുകളെ മറിച്ചുകൊണ്ടിരിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. അതായത് റസൂലിന്റെ വളരെ അധികരിച്ച ഒരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി. ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈനാ. എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങേക്ക് ഭയമുണ്ടോ? ഞങ്ങൾ തെന്നിപ്പോകുന്നുള്ള പേടിയുണ്ടോ? ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈനൽ ഇസ്ബാഇനി മിൻ അസാബിഇല്ലാഹി യുഖല്ലിബുഹാ. തീർച്ചയായും മനുഷ്യരുടെ മനസ്സുകൾ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കും. എപ്പോഴാണ് മനസ്സ് മാറുന്നത്? മനസ്സല്ലേ അത് തുന്നിപ്പോകാൻ. എത്രയോ ആളുകൾ നമുക്കറിയാം നല്ലതിന് ജീവിച്ച അവസാനം കുഫറിൽ പോയി ചാടിയത്. എത്രയോ ആളുകൾ നമുക്കറിയാം മഹാമോശമായി ജീവിച്ച അവസാനം അത്ഭുതകരമായി ഈമാനിക ഉണർവിലേക്ക് വന്നാണ്. അപ്പൊ ഈ മരണവുമായി ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അവസാന സമയം നല്ലതായിരുന്നു. നല്ല ഘടനയിലാക്കി തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന റജുല ലയഅമലു സമൻ തവീൽ ബിഅമലി അഹ്ലിൽ ജന്ന. ചില ആളുകൾക്ക് ഒരുപാട് കാലം കർമ്മം ചെയ്തിട്ട് സ്വർഗത്തിലെത്തിയവരുണ്ടാവും. എന്നിട്ട് അവസാനത്തെ കർമ്മം കൊണ്ട് നരകത്തിൽ പോയിട്ടുണ്ടാവും. നരകവാസികളുടെ പണി ദീർഘകാലം എടുത്ത ആളുണ്ട്. എന്നിട്ട് സ്വർഗവാസികളുടെ പ്രവൃത്തി അവസാനം സ്വർഗവാസികളുടെ പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ പോയ ആളുകളും ഉണ്ട്. പറഞ്ഞു വന്നതിന് ചുരുക്കം, നമ്മുടെ ആഖിർ സമയം, അന്ത്യസമയം, മരണസമയം ഈമാനുള്ളതാക്കി എടുക്കാൻ വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് മുഅ്മിനായി തന്നെ മരിക്കാൻ നമുക്ക് സാധിക്കണം. മരണം ഇത്ര പ്രായം കഴിഞ്ഞിട്ടാണെന്നില്ല, ഏത് സമയത്തും വരാം. അതുകൊണ്ട് മുസ്ലിമായി മരിക്കാൻ വേണ്ടി എപ്പോഴും റെഡിയാവുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, മരണം രണ്ട് തരത്തിലുണ്ട്. അതങ്ങനെ തന്നെ മനസ്സിലാവും. നമ്മൾ കാണുന്ന പോലെ അല്ല മരണം. നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപോലെ വേദനിച്ചും വിഷമിച്ചൊക്കെ അല്ലെങ്കിൽ സക്രാത്തിലൊക്കെ വിഷമിച്ച് അങ്ങനെ മരിക്കണ പോലെ നമുക്ക് തോന്നും. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഖുർആൻ ഗണ്യതമായി പറയുന്നു, രണ്ട് തരത്തിൽ മരണമുണ്ട്. നല്ല മനുഷ്യർക്ക് നല്ല മരണവും ചീത്ത മനുഷ്യർക്ക് വേദനാജനകമായ മരണവുമാണ്. നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം പറഞ്ഞാൽ അവർക്ക് മരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ബേജാറൊന്നുമില്ല. ബേജാറില്ലെന്ന് മാത്രമല്ല, ശരിക്കും ഈമാനുള്ള ഒരാൾ അതിങ്ങനെ അതിലൊരു ആനന്ദം കണ്ടെത്തും.
അതായത് നാളിതുവരെ പണിയെടുത്തതിൻ്റെയൊക്കെ കൂലി കിട്ടണമെങ്കിൽ മരിക്കണ്ടേ? എത്രയോ ഹറാമുകൾ അള്ളാഹിന്റെ പ്രീതി കാണിച്ചിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പോറ്റിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പടച്ചോന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ വേണ്ടാധീനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സദാസമയം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ഇറങ്ങിക്കിടക്കുമ്പോൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ടുണ്ട്, സുബഹിക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പടച്ചോന്റെ പ്രതിഫലം കാണിച്ചുകൊണ്ട് ചെയ്തൊരു മനുഷ്യൻ അയാൾക്ക് മരിക്കാന്ന് പറഞ്ഞാൽ ഒരു ബേജാറില്ല. കാരണം ഇതിനൊക്കെയുള്ള പ്രതിഫലം അല്ലാഹു തആല പൂർത്തീകരിച്ച് തരിക മരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് സത്യവിശ്വാസി മരണത്തെ പ്രതീക്ഷിച്ചിരിക്കും. മരിക്കണേ ഇങ്ങനെ കൊതിക്കല്ല, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ശരിക്കും മരിക്കണേ എന്നെ മരിപ്പിക്കുന്നു പ്രാർത്ഥിക്കരുതെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, ഒരാളും മരണം കൊതിച്ചു കളയരുത്. വൈകാല ലാഭത്തെ അനിവാര്യമാണ്, മരിക്കൽ അനിവാര്യമാണെങ്കിൽ ഇത്ര പറയാ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുമ്മ തവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. പഠിച്ചോനെ ഹയാത്താണ്, ജീവിതമാണ് നല്ലതെങ്കിൽ എന്നെ ജീവിപ്പിക്കുക, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ മരിപ്പിക്കുക. അത്രേ മാക്സിമം പറയാൻ പാടും. പക്ഷേ മരണത്തെ അയാൾ പ്രതീക്ഷിക്കും. മരിക്കുന്നതിൽ അയാൾക്കൊരു ബേജാറില്ല. കാരണം മരിച്ചാൽ ഈ ദുനിയാവിന്റെ ക്ലേശങ്ങളിൽ നിന്നും ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ആശ്വാസത്തിന്റെ ലോകത്തേക്കുള്ള യാത്രയാണ്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈമാനികമായി ജീവിച്ച ഒരാളായി. രണ്ടാമത്തെ കാര്യം, അയാളുടെ മയ്യത്ത്, അയാളെ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നതും റൂഹിനെ പിടിക്കുന്നതൊക്കെ ഖുർആനിലും ഹദീസിലും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. നല്ല മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഉപരിലോകത്ത് നിന്ന് ഏകദേശം 70,000-ഓളം ശുഭ്രവസ്ത്രധാരികളായ മലക്കുകൾ ഇറങ്ങി വരുന്ന പറയും. നമ്മുടെ മരിക്കാൻ കിടക്കുന്ന വീട്ടിൽ അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. ആ മലക്കുകൾ വന്ന് ഇദ്ദേഹത്തെ തലോടി ആശ്വസിപ്പിച്ച് വലിയ ആശീർവാദം അറിയിച്ച് ആണ് റൂഹിനെ കൊണ്ടുപോകുക. ആ മലക്കുകൾ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാന ചിത്തമായ ആത്മാവേ, റബ്ബിലേക്ക് സംതൃപ്തനായി മടങ്ങിക്കൊള്ളുക, സച്ചരിതരായ എന്റെ ദാസന്മാരോടൊപ്പം ചേരുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ സന്ദേശം അവരെ കേൾപ്പിക്കുകയാണ്. സമാധാന ചിത്തമായ ആത്മാവേ എന്ന് പറഞ്ഞ് വലിയ സ്വീകരണം ഹദീസിൽ പഠിപ്പിക്കുന്നത്. നല്ല മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വലിയ സ്വീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അയാളുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ, ഹദീസിൽ വന്നിരിക്കുന്നത്, കൂജയിൽ നിന്ന് വെള്ളം ഒഴുകും പോലെ നൈർമല്യത്തോടുകൂടി, വളരെ വേദനിക്കാതെ നൈർമല്യത്തോടുകൂടി ആ റൂഹിനെ പിടിച്ച്, അത്തരം നല്ല മനുഷ്യന്റെ റൂഹുകൾ സുഗന്ധം പരത്തും. സുഗന്ധം വമിക്കുന്ന ആ റൂഹിനെ പട്ടിൽ പൊതിഞ്ഞ് ഉപരിലോകത്തേക്ക് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും. ഓരോ ആകാശത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോഴും മലായിക്കത്തുകൾ ചോദിക്കുമത്രേ, ഇതാരുടെ റൂഹാണ്? ഇത് ഇന്നാലിന്ന അള്ളാനെ പേടിച്ച് ജീവിച്ച നല്ല മനുഷ്യന്റെ റൂഹാണെന്ന് പറയപ്പെടും. അങ്ങനെ ഉപരിലോകത്തേക്ക് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് വീരോചിതമായ ഒരു സ്വീകരണത്തോടു കൂടിയാണെന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. അതേസമയം മാത്രല്ല, മലക്കുകൾ വന്നിട്ട് വേറെയും പറയുന്നുണ്ട് ഇവരോട്, അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അപ്പൊ തന്നെ മരിക്കുന്ന ആൾക്ക് മനസ്സിലാവും. മരിക്കണ ആൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവുന്നത് അല്ലദീന തതവഫാഹുൽ മലായികത്ത്, മരിപ്പിക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ, ത്വയ്യിബീൻ, നല്ല മനുഷ്യരുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ, യഖൂലൂന, അവർ പറയും, സലാം, നിങ്ങൾക്ക് സമാധാനം, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും. ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുകയാണ്. അപ്പൊ അയാൾ വളരെ ആനന്ദത്തോടു കൂടിയായിരിക്കും മരണം. അതുകൊണ്ടാണ് പാടിയതാണ്. അതായത് നാളെ എന്റെ മരിച്ച മരണത്തെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം പറയണം, മരണത്തെ ഇങ്ങനെ കൊതിച്ചിട്ട് പറയാണ്,
നാളെ എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എനിക്ക് പോയി കാണാലോ. പ്രത്യേകിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരൊക്കെ എനിക്ക് അവിടെ പോയിട്ട് കാണാമല്ലോ. അപ്പൊ ആ മരണത്തെ കുറിച്ച് അവരുടെ മനസ്സോക്കി ബിലാൽ റളിയല്ലാഹു അൻഹു പാടിയതാണ് അൽ മൗതു ലിൽ മുഅ്മിനി അർറഹാതു കുല്ലുഹുമാ മിൻ കുല്ലി ബഅസിൻ വമിൻ ഹമ്മിൻ വകമദി യനാമു ഫീഹി ഇലർ റഹ്മാനി ഫീ ദർദിൻ ഫീ റൗലത്തിൻ മിൻ ദിയാലിൽ ഖുൽദി വറഅദി. സത്യവിശ്വാസിക്ക് മരണമെന്നത് സകല ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള ആശ്വാസമാണ്. അതിലവൻ പരമകാരുണികന്റെ പ്രീതിയിൽ ശാന്തമായി ഉറങ്ങുന്നു. സ്വർഗത്തെ പുകഴ്പ്പെട്ട വിശാലമായ ഒരു പൂങ്കാവിലെ സത്യവിശ്വാസിയുടെ മരണം അത്ര ആനന്ദകരമാണ്. അതേസമയം സത്യനിഷേധി, അവിശ്വാസി, കുറ്റവാളി ഇവരുടെ മരണം അത് അത്യന്തം ഭീതിജനകമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സത്യവിശ്വാസിക്ക് മരണത്തെ ആഗ്രഹിച്ചുള്ള മനസ്സാണെങ്കിൽ സത്യനിഷേധിക്ക് മരിക്കാന്ന് പറഞ്ഞാൽ ഒടുക്കത്ത പേടി, ഭയങ്കര ബേജാറായിരിക്കും മരിക്കാന്ന് പറഞ്ഞാൽ. കാരണം ഒന്ന്, തന്റെ ഈ ഭൗതിക ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഇനി പരലോകം ഉണ്ടെങ്കിൽ ശിക്ഷ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ഒരാൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നല്ലൊരു മാർഗം ഇപ്പൊ മരിക്കാൻ പറഞ്ഞാൽ മരിക്കാൻ റെഡിയാണോ എന്നുള്ളതാണ്. യഹൂദന്മാരാണ് അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളുകളെന്ന വാദം ഉന്നയിച്ചപ്പോൾ ഖുർആൻ അവരോട് ചോദിച്ചല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത ആളുകളെന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ അള്ളാഹിന്റെ അടുത്ത ആളുകൾ മരിക്കാൻ ആഗ്രഹിക്കുമല്ലോ. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ പ്രവർത്തനപരമായി ഒരിക്കലും നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പൊ സത്യനിഷേധിക്ക് മരിക്കാന്ന് പറഞ്ഞാൽ ബേജാറായി. മാത്രമല്ല ആ സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന ആദ്യം റൂഹിനെ പിടിക്കാൻ മലക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ ഇയാള് നിലപാടൊക്കെ മാറ്റിയോ. പടച്ചോനെ ഒന്ന് പിന്തിപ്പിക്കാമോ, ഞാൻ സൽക്കർമ്മം ചെയ്യുക, സദക്ക കൊടുക്കാന്നൊക്കെ പറഞ്ഞു. പടച്ചോനെ ഞങ്ങളൊന്ന് പിന്തിപ്പിക്കാമോ, സദക്ക കൊടുക്കുക, സദൃത്തനിൽ ഉൾപ്പെടാം. പക്ഷെ അല്ലാഹു തആല സമയമെത്തിയാൽ ഒരാളെയും പിന്തിപ്പിക്കില്ല. പടച്ചോനെ ഒന്ന് മടക്കാമോ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം. ഇല്ല, അതൊക്കെ വെറും വർത്താനായി. ഇനി മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹു ഉറപ്പിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല, അവിടേക്ക് മരിച്ചേ പറ്റും. അങ്ങനെയൊക്കെ കെഞ്ചി നോക്കും. അവസാനം മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന രംഗം പറയുന്നത് ഖുർആൻ നല്ല ശ്രദ്ധിക്കേണ്ട ആയത്താണ്. والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. കുറ്റവാളികൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി മലായിക്കത്തുകൾ വന്നിട്ട് അവരുടെ കൈകൾ അങ്ങനെ നീട്ടും റൂഹിനെ പിടിക്കാൻ. എന്നോട് പറയും അഖ്രിജു അൻഫുസക്കും, പുറത്തിലാകും. اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞതുകൊണ്ടും കെട്ടിച്ചമച്ചതുകൊണ്ടും നിനക്കുള്ള ശിക്ഷ താണെന്ന് പറഞ്ഞ് മലക്കൾ ഈ റൂഹിനെ പിടിക്കാൻ വേണ്ടി കയ്യങ്ങോട്ട് നിർത്തും. ഹദീസിൽ കാണാം ആ മലായിക്കത്തുകളുടെ ഭീകര ദൃശ്യമാണ്. കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടു പോകുന്ന ദൃശ്യം, ഭീകര ദൃശ്യമുള്ള മലക്കളായിട്ടാണ് വരിക. എന്നിട്ട് വേറെ ഭാഗത്ത് പറയുന്നുണ്ട് ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا العذاب عذاب الخليق. ആ മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ചീത്ത മനുഷ്യരുടെ മലക്കുകളെ അവരുടെ മുഖത്തും മുതുകിലും മാറിലും ഒക്കെ ആഞ്ഞിടിക്കും. എന്നിട്ട് സമ്മർദ്ദം ചെലുത്തി ദുർഗന്ധം വമിക്കുന്ന റൂഹിനെ, അപ്പൊ റൂഹിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാള് ശരീരത്തിലേക്ക് റൂഹിനെ ഉള്ളിലേക്ക് വലിക്കും. പക്ഷെ ഇടിച്ച് തകർത്ത് ആ റൂഹിനെ വലിച്ചെടുക്കും. ഇതൊന്നും നമ്മളറിയില്ല. നമ്മളിങ്ങനെ കരിമേലി കൊടുക്കണ, യാസീൻ ഓതി കൊടുക്കണ, വാപ്പ അമ്മയുടെ അപ്പ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് മരിക്കണ സ്ഥലത്ത് എന്നാ പറയുന്നത്. മരിക്കണ സ്ഥലത്ത് സമയത്ത് ഇതൊക്കെ രണ്ടും നടക്കുന്നുണ്ട്.
അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന റൂഹിനെ വലിച്ചെടുത്താണ്, വളരെ സമ്മർദ്ദം ചെലുത്തിയാണ് ആ ദുർഗന്ധം വമിക്കുന്ന റൂഹിനെ കൊണ്ടുപോകുന്നത്. സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. മരണം ഉറപ്പാണ്, എന്തായാലും മരിക്കേണ്ടി വരും. പക്ഷെ ആ മരണം മുഅ്മിനായിക്കൊണ്ട് നല്ല രീതിയിൽ മരിക്കണമെങ്കിൽ നമ്മുടെ അമലുകൾക്ക് മാത്രമേ പിൻബലം നൽകാൻ പറ്റൂ. നമ്മുടെ ഈമാനും നമ്മുടെ അമലും ശക്തമായാൽ നമുക്ക് എന്ന് സുഖമായിട്ട് ജീവിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ആ മരണത്തെ പേടിച്ച് ജീവിക്കേണ്ടി വരും. ശരിക്ക് മരണം ഭയങ്കര വിഷയം തന്നെയാണ്. നമ്മുടെ ഈ റൂഹിന് ആ സമയത്ത് തന്നെ നമുക്ക് നരകത്തിലേക്കാ സ്വർഗത്തിലേക്കാന്ന് ബോധ്യപ്പെടാൻ തുടങ്ങും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ദുരിതമാണ് നമ്മുടെ ജീവിതം. ഖബറിലെ ജീവിതത്തിലും ഖബറിലെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരെയുള്ള ബർസഖി ജീവിതത്തിലൊക്കെ ഈ നരകശിക്ഷയെ ഓർത്ത് ബേജാറായിരിക്കും സത്യനിഷേധിക്കുക. അതേസമയം സത്യവിശ്വാസിക്ക് തനിക്ക് കിട്ടാൻ പോണ സ്വർഗത്തെ കുറിച്ച ചിന്തകളായിരിക്കും. പിന്നെ പറയാം. അപ്പൊ ശരിക്കും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ മരണത്തെ നമുക്ക് നേരിടാൻ സാധിക്കേണ്ടതുണ്ട്. മഹാന്മാരൊക്കെ ആ മരണത്തെ വളരെ ആനന്ദകരമായി നേരിട്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ ദുഷിച്ചു പോവുകയും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ നാശകരമായൊരു മരണത്തിലേക്ക് നയിച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനൊക്കെ ജീവിച്ച അവസാനം നന്നൊന്നില്ല. ഇന്ന് രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ നമുക്ക് അവസാനമാക്കാം. അതുകൊണ്ട് ഏത് സമയത്തും മരണം വരാവുന്നത് കൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ അഭിമുഖീകരിച്ച് ജീവിക്കുക തന്നെയാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമ്മള് ഭയങ്കര ദയനീയ മരണം എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയല് ആക്സിഡന്റ് ആയ മരണം, ICUവിൽ കിടന്ന് മരണം, അല്ലെങ്കിൽ അന്യനാട്ടിൽ കിടന്ന് മരിച്ചു, ദയനീയ, അതെല്ലാം ദയനീയ മരണം. അതൊക്കെ അല്ലെ ആക്സിഡന്റ് ആകുമ്പോൾ ശരീരത്തിലുള്ള വേദന മാത്രമേ ഉള്ളൂ. അതല്ല മരണം എന്ന് പറയുന്നത്. പരലോകത്തേക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ICUവിൽ എവിടെ കിടന്ന് മരിച്ചോളൂ, കുഴപ്പമില്ല. ICUവിൽ കിടന്ന് മരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. രോഗം ചികിത്സിക്കേണ്ടതാണെങ്കിൽ കിടക്കുന്നതാണെങ്കിൽ കിടക്കണം. എന്നിട്ട് രോഗം മാറ്റില്ല കിടക്കുമ്പോൾ പഠിക്കേണ്ട വിഷയമാണ് വേറെ. ഞാൻ പറഞ്ഞത് പറഞ്ഞാല് മരണം ICUവിലാണോ, ബന്ധുവീട്ടിലാണോ, നാട്ടിലാണോ, കുടുംബത്തിലാണോ, അവിടെയാണോ, റോട്ടിലാണോ എന്നുള്ളതല്ല നല്ല മരണത്തിന്റെയും ചീത്ത മരണത്തിന്റെയും ലക്ഷണം. പകരം ഈമാനോട് കൂടി മരിച്ചോ ഇല്ല എന്നുള്ളതാണ് വിഷയം. ഈമാനോട് കൂടിയാണെങ്കിൽ ആക്സിഡന്റ് ആയാലും ആ യുദ്ധത്തിലൊക്കെ ഷഹീദാകുമ്പോൾ ഏറ്റവും നല്ല രീതിയിലല്ലേ ആ മരണം. മഹാനായ ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു മുത്താ യുദ്ധത്തില് 70 കഷ്ണമാക്കിയിട്ട് അത്രയും ഭീകരമായ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. ഭീകരമായ മുറിവുകൾ. പക്ഷേ ജാഫർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായിരിക്കുകയാണ്. അത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു ബേജാറടിച്ച് കരയല്ല ചെയ്ത അനുജൻ സഹോദരൻ, നേരെ അനിയനാണ്, നേരെ സഹോദരനാണ് അലി റളിയല്ലാഹു. അദ്ദേഹം പാടിയത് എന്റെ ഉമ്മാടെ മോൻ ജാഫർ മലക്കുകളോടൊപ്പം പാറിക്കടിക്കുക. അത് മരണം എത്ര കുറെ പരിക്കുപറ്റി മരിച്ചു എന്നുള്ളൊരു വിഷയമല്ല. മരണം ഈമാനോട് കൂടിയാവുക എന്നതാണ്. അതുകൊണ്ട് മരണം ശരിക്കും 2 തരത്തിലെ മരണം പരലോകത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയവും ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മുസ്ലിമായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.